ഹായ് ഓൾ, വെൽക്കം ടു iPlus Training Solutions. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 3 പാർട്ട് 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് 41 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്, ഒരു പാസേജ് ആണ് തന്നിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം സമയക്കുറവ് മൂലം പാസേജ് വായിക്കുന്നില്ല. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 41. പൊന്നി വാസ് നോട്ട് ഗുഡ് അറ്റ് സ്റ്റഡീസ്. പൊന്നീസ് മദർ വിസിറ്റഡ് ദി സ്കൂൾ എവറി ഡേ. ഇപ്പോൾ രണ്ട് സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 is true, 2 is true, both 1 and 2 are true, both 1 and 2 are false. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, both 1 and 2 are false. Question number 42. Grandfather never missed even a single day at school. Grandfather used to narrate the stories of the villagers. അതിലും ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 is true, 1 and 2 are false. Only 2 is true, 1 and 2 are true. എന്താണ്? അത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 42ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ഗ്രാൻഡ് വാസ് എ ഡാഷ്. സ്കൂൾ ടീച്ചർ, ഫാമർ, വില്ലേജർ, മെർച്ചന്റ്. ആരാണ് ഗ്രാൻഡ് ഫാദർ? ഗ്രാൻഡ് ഫാദർ വാസ് എ സ്കൂൾ ടീച്ചർ. 43 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. ഗ്രാൻഡ് ഫാദർ വാസ് ഹാപ്പി ബിക്കോസ് ഓഫ് ഡാഷ്. ദി റൂറൽ സെറ്റിംഗ് ഓഫ് ദി സ്കൂൾ, the intimacy with the villagers, the intimacy with his colleagues, all of the above. എന്താണ് ആൻസർ വരുന്നത്? 44th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, all of the above ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 45. The most interesting part of grandfather's career was that he never went to school, that he served in the same school throughout his career, that he worked in many schools, that he became a minister. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, that he served in the same school throughout his career. 45 ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് 46th question. On the television screen, Ponni was seen dash. Reporting from a minister's residence, reporting the swearing in of ministers, interviewing a minister, reporting a natural disaster. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, reporting the swearing in of ministers. 47. The word in the passage that means belonging to the family is. Belonging to the family എന്ന് പറയുന്നതിന്റെ ഒരു വൺ വേർഡ് എന്താണ്? Intimacy, irresponsible, ancestral, swearing in. ഓപ്ഷൻ 47ന്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 48. Ponni became a successful dash. Doctor, teacher, journalist, scientist. എന്താണ്? Ponni became a successful journalist. 48 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. At the 49th question. Ponni's higher studies were taken care of dash under the initiative of grandfather, by the PTA, by some kind-hearted people, all the above. എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, all the above. 50th question. Tears sparkled in the eyes of dash. Grandfather, Ponni's father, PTA president, Ponni. എന്താണ്? ഓപ്ഷൻ എ ആണ്, ഗ്രാൻഡ്ഫാദർ. അപ്പോൾ നമ്മുടെ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി വരുന്ന 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമറും വൊക്കാബുലറി ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 51. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഡാഷ് വാട്ട് ഹി വാസ് സേയിങ്. അപ്പൊ ഏതാണ്? ഫ്രേസൽ വെർബ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഫ്രേസൽ വെർബ്? ടേൺ ഔട്ട്, പുട്ട് ഔട്ട്, മേക്ക് ഔട്ട്, ബേൺ ഔട്ട്. എന്ത് വരും? മേക്ക് ഔട്ട് ആണ് വരുന്നത് അല്ലേ? ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു മേക്ക് ഔട്ട് വാട്ട് ഹി വാസ് സേയിങ്. മേക്ക് ഔട്ട് മീൻസ് എന്താണ്? അണ്ടർസ്റ്റാൻഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പം 51ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 52. At last he decided to spill the beans. The words underlined means. ഇപ്പോൾ ഒരു idiom ആണ് തന്നിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. To reveal a secret, to distribute beans, to start cultivating beans, to open a sack of beans. എന്ത് വരും ആൻസർ? ഓപ്ഷൻ എ വരും അല്ലെ? To reveal a secret. അതാണ് 52nd ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 53. Every cloud has a silver lining. This means ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പിൽ ദി ബീൻസ്, അതേപോലെ എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്നൊക്കെ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻസ്: ഇറ്റ് ഈസ് എ ക്ലൗഡി ഡേ, സിൽവർ ലൈനിങ് ആർ സീൻ ഓൺ റെയിനി ഡേയ്സ്, വി ക്യാൻ ഹോപ്പ് ഫോർ പോസിറ്റീവ് തിങ്സ് ഈവൻ ഇൻ വേഴ്സ് സിറ്റുവേഷൻസ്, നൺ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, വി ക്യാൻ ഹോപ്പ് ഫോർ പോസിറ്റീവ് തിങ്സ് ഈവൻ ഇൻ വേഴ്സ് സിറ്റുവേഷൻസ് അല്ലെ? അപ്പൊ എന്താണ്? നല്ലതും ചീത്തയായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ 53 ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. യു ഷുഡ് കീപ് ഡാഷ് ഈവൻ ഇഫ് യു ഫെയിൽ. എന്ത് വരും? ട്രൈയിങ്, ട്രൈ, ട്രൈഡ്, ട്രൈസ്. എന്ത് വരും? യു ഷുഡ് കീപ് ട്രൈയിങ്. നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിന്റെ ആൻസർ 54th ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55.
Grandpa charts dash a perfect plan for everything does. On, out, in, for. എന്താണ് പ്രിപ്പോസിഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? ഗ്രാൻഡ്പാ ചാർട്ട്സ് ഔട്ട് എ പെർഫെക്റ്റ് പ്ലാൻ ഫോർ എവറിത്തിങ് ഡസ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 56. I am planning to leave dash London next month. എന്ത് വരും? Leave for London next month എന്ന് വരും അല്ലെ. 56ന്റെ ആൻസർ ഓപ്ഷൻ ബി വരും. 57. She comes here once in a blue moon. The sentence means. ഇതും റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. once in a blue moon എന്ന് പറയുന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? She comes here on full moon days. She likes the moon. She comes here only rarely. She comes here every day. എന്ത് വരും ആൻസർ? ഓപ്ഷൻ സി ആണ്. She comes here only rarely. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 58. The word suggestive has dash syllable അല്ലെങ്കിൽ എത്ര syllables ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്ര വരും? 2, 3, 4, 5. 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ഏത് വരും? 3. ഇപ്പൊ നമ്മുടെ ഇൻഹൗസ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് സിലബിൾസ് നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 59. Are the children interested in sports? Ask the old man. This can be reported as. Indirect speech ആണ് ചോദിച്ചിരിക്കുന്നത്. The old man asking whether the children were interested in sports. The old man asked if the children were interested in sports. The old man asked if whether the children were interested in sports. The old man asked whether the children were interested in sports. അപ്പൊ എന്താണ് ആൻസർ വരുന്ന? ഓപ്ഷൻ ഡി ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അതേപോലെ എന്താണ് സോർണോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഓർത്ത് ആൻസറിലേക്ക് എത്തിച്ചേരുക. അപ്പൊ 59ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 60. They gave me the green signal. Still, I did not want to continue. These sentences can be combined without a change in meaning as dash. I did not want to continue, so they gave me the green signal. I did not want to continue. Instead, they gave me the green signal. They gave me the green signal because I did not want to continue. Though they give me the green signal, I did not want to continue. ഏത് വരും ആൻസർ? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ. Though they gave me the green signal, I did not want to continue. അടുത്ത 61ാമത്തെ ചോദ്യം. The game is not yet over. Question tag ആണ്. Doesn't it? Is it? Isn't it? Does it? അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്. സോ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ. Isn't it ആണ് വരുന്നത്. 61ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 62. If everything works well, dash. If ക്ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. We shall launch the project. We should launching the project. We should launch the project. We shall launching the project. എന്ത് വരും ആൻസർ? ഇഫ് എവറിത്തിങ് വർക്ക്സ് പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ് ഇഫ് ക്ലോസിൽ തന്നിരിക്കുന്നത്. സോ എന്ത് വരും? വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് എന്താണ് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വരുന്നത്. സോ വി ഷാൽ ലോഞ്ച് ദി പ്രോജക്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 63. Heavy showers to continue this weeks. The news headline relates to. ന്യൂസ് ഹെഡ്ലൈൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്പോർട്സ്, എഡ്യൂക്കേഷൻ, വെതർ, പൊളിറ്റിക്സ്. ഹെവി ഷവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്താണ്? വെതറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ആണ് തന്നിരിക്കുന്നത്. 63യുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 64. The managing director asked our team to dash the losses. Again എന്താണ്? ഫ്രേസൽ വെർബ്സ് ആണ്. ഫൈൻഡിങ് ഔട്ട്, ഫിനിഷിംഗ് ഓഫ്, മേക്കപ്പ് ഫോർ, സ്റ്റാൻഡ് ഔട്ട്. എന്തൊരു ആൻസർ? ഓപ്ഷൻ സി മേക്കപ്പ് ഫോർ ആണ് വരുന്നത്. 65. Do you know dash? Where she is? Where is she? Where does she? Where do she? എന്താണ്? Do you know where she is? അല്ലേ. 65ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 66. Under what circumstances dash? We should call the police. We can call the police. Should we call the police? We call the police. എന്ത് വരും ആൻസർ? ഓപ്ഷൻ എ വരും. We should call the police. 66 ആൻസർ ഓപ്ഷൻ എ ആണ്. 67. Identify the correct statement. It is high time we started searching the room. It is high times we start searching the room. It is high time we start searching the room. It is high time we start search the room. But it is high time ന് ശേഷം ഒരു സബ്ജക്ട് വരികയാണെങ്കിൽ എന്താണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വി സ്റ്റാർട്ടഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 68. The collaboration with the Japanese company was made last year. The sentence means the business ties with the Japanese company were broken last year. There was a negative response from the Japanese company last year. Business ties with
ties were established with the Japanese company last year, none of the above. ഇപ്പൊ എന്താണ് സെന്റൻസ്? കൊളാബറേഷൻ വിത്ത് ദി ജാപ്പനീസ് കമ്പനി വാസ് മെയ്ഡ് ലാസ്റ്റ് ഇയർ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആ ജാപ്പനീസ് കമ്പനി ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അതെന്താണ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ എന്താണ് അത് ഒരുമിച്ചു എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. Question number 69. One of the following words is misspelled. Identify the word. അപ്പൊ ഏത് വേർഡ് ആണ്? Occurred, accommodate, accumulate, accentuate. എന്ത് വരും ആൻസർ? അതിൽ മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ബാക്കിയെല്ലാം സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 50 rupees ഡാഷ് നോട്ട് ബി ചാർജ് ഫോർ പാർക്കിംഗ് പ്രൈസ്. ആൻസർ എന്ത് വരും? ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻ ഹൗസ് ക്ലാസ്സിൽ 50 rupees തന്നെ ആയിരുന്നു തോന്നുന്നു, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് തന്നെയാണ്. 50 rupeesലാണ് സ്റ്റാർട്ട് ചെയ്ത. സെന്റൻസിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇറ്റ്സ് നോട്ട് എ ബിഗ് എമൗണ്ട് എന്നോ അങ്ങനെ എന്തോ മറ്റോ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ നമ്മുടെ ലാസ്റ്റ് ലൈവിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റൻ ആയിരുന്നു. എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? എമൗണ്ട് കോൺകോർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എമൗണ്ട്, വെയിറ്റ്, ഡിസ്റ്റൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് വേർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. സോ അവർ ആൻസർ ഈസ് മീൻസ് അല്ലേ. അപ്പൊ 50 rupees ഈസ് നോട്ട് ടു ബി ചാർജ് ഫോർ ദി പാർക്കിംഗ് സ്പേസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.